നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിവാദം തിരിച്ചടിയായെന്ന് സമ്മതിച്ച് CPM. അമിത ആത്മവിശ്വാസവും പ്രാദേശിക പ്രശ്നങ്ങളും തിരിച്ചടിച്ചു. BJP UDF വോട്ട് കച്ചവടം നടന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും വീണ്ടും അധികാരത്തിലെത്തുമെന്നും സംസ്ഥാന സമിതിയിൽ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം വിജയകുമാർ റിമാൻഡിൽ. പത്മകുമാറിനൊപ്പം ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. വിദേശ വ്യവസായി SITക്ക് നൽകിയ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശബരിമലയിലെ ഉരുപ്പടികൾ D-മണി വിദേശത്തേക്ക് കടത്തി. ഇടപാടുകൾ നടന്നത് തിരുവനന്തപുരത്ത് വെച്ച്. ആദ്യം സമീപിച്ചത് തന്നെയെന്നും മൊഴി. ഓഫീസ് വിവാദത്തിൽ R. ശ്രീലേഖയെ പിന്തുണച്ച് കോൺഗ്രസ്. MLA ഹോസ്റ്റലിൽ 2 മുറിയുള്ള പ്രശാന്ത് കോർപ്പറേഷൻ കെട്ടിടം ഒഴിയണമെന്ന് KS ശബരിനാഥൻ. ഈ 31, 32 നമ്പർ നിളയിലെ മുറികളിൽ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? MLA അങ്ങോട്ട് പോവാറുണ്ടോ? അത് വേറെ ഏതെങ്കിലും സ്റ്റാഫോ ആൾക്കാരോ ഒക്കെയാണോ താമസിക്കുന്നത്? അത് നികുതി പണമല്ലേ? കോൺഗ്രസുകാർ BJPയുടെ അജണ്ട ഏറ്റെടുക്കുന്നുവെന്ന് പ്രശാന്ത്. കെട്ടിടം ഒഴിപ്പിക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ലെന്ന് മേയർ. കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ BJPക്ക് വളമാവുമെന്ന് ഞങ്ങൾ നേരത്തെ നിയമം സംബന്ധിച്ച് പറഞ്ഞു. പിന്നെ തൃശ്ശൂർ പറഞ്ഞു, ഇപ്പോഴും മറ്റത്തൂരും പറയുകയാണ്. ഏത് നിമിഷവും ഏത് കോൺഗ്രസ്സുകാരനും BJPയിലേക്ക് ചേക്കാറാം എന്നതിന് അതിന് വരമ്പുകളില്ല. നേരിയ ഒരു നൂൽ തടസ്സം പോലുമില്ല എന്നതാണ് കേരളത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. കോൺഗ്രസിനെതിരെ മറ്റത്തൂർ ആയുധമാക്കി CPM. കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ BJPക്ക് വളമാകുമെന്ന് MV ഗോവിന്ദൻ. ഏത് നിമിഷവും ഏത് കോൺഗ്രസുകാരനും BJPയിലേക്ക് ചേക്കേറാം. മറ്റത്തൂരിലേത് പുതിയ കേരള മോഡലെന്നും വിമർശനം. നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ ചോദ്യം ചെയ്ത് ED. ഭാര്യ സരിതയുടെയും മൊഴിയെടുത്തു. നടപടി സേവ് ബോക്സ് ആപ്പ് ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ. ED നീക്കം കമ്പനി ഉടമ സ്വാതിക് റഹീം അറസ്റ്റിലായതിന് പിന്നാലെ. ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ MLAക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി. കുൽദീപ് സെൻഗാറിന് ജാമ്യം അനുവദിച്ച ഉത്തരവ് സ്റ്റേ ചെയ്തു. നടപടി ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ CBI അപ്പീലിൽ. അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കാൻ നിർദ്ദേശം. ശബരിമല തിരിച്ചടിയുണ്ടാക്കിയെന്ന് സമ്മതിച്ച് CPM. ശബരിമല വിഷയത്തിൽ UDFും BJPയും നടത്തിയ കള്ള പ്രചാരവേല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അവർ ഉദ്ദേശിച്ച പോലെ ആ പരിശ്രമം വിജയിച്ചില്ല. കണക്കുകൾ കാണിക്കുന്നത് അതാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അവരെ പ്രചരണത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ തിരിച്ചടിയായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ പ്രചരണം പല മേഖലയിലും അവർ ശക്തിയായി ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് വിട്ടേ, ഞാൻ അതിൻ്റെ പേര് കളിച്ച് കയറിയില്ല. രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. മതപരമായ കാഴ്ചപ്പാട്, വിശ്വാസം ഒക്കെ രാഷ്ട്രീയമായ ആയുധമാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് വർഗീയതയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് വർഗീയത എന്ന് പറയാം. ഞാൻ പറഞ്ഞതിൽ എനിക്ക് വ്യക്തതയുണ്ട്, പാർട്ടിക്കും വ്യക്തതയുണ്ട്. ഞാൻ പറഞ്ഞതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായില്ല എന്നായിരുന്നു CPMന്റെ ആദ്യ സംസ്ഥാന സെക്രട്ടറി. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. എന്നാൽ സംസ്ഥാന സമിതി യോഗം ഈ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ആ നിലപാടല്ല MV ഗോവിന്ദൻ പറയുന്നത്. ശബരിമല തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണങ്ങളിൽ ഒന്നു തന്നെയാണ്. പ്രതിപക്ഷവും BJPയും ശക്തമായ കള്ളപ്രചരണം, വ്യാജ പ്രചരണം അഴിച്ചുവിട്ടു. അതിന്റെ ഫലം, അതിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ അവർ ഉദ്ദേശ രീതി അത് ഏശിയിട്ടില്ല എന്നാണ് ഇന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. പത്മകുമാറിനെതിരായ നടപടിയടക്കം എന്തുകൊണ്ട് എടുക്കുന്നില്ല ചോദ്യത്തിന് പത്മകുമാറിന്റെ കുറ്റം എന്താണ്? അത് ഒരു വീഴ്ച മാത്രമാണോ, അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടു എന്ന കാര്യം വ്യക്തമാകണമെങ്കിൽ അന്വേഷണ റിപ്പോർട്ട്, കുറ്റപത്രം വേണം. അതുവരെ കാത്തിരിക്കാനാണ് MV ഗോവിന്ദന്റെ മറുപടി. ജനങ്ങൾക്ക് വലിയ തെറ്റിദ്ധാരണ പല വിഷയങ്ങളിലുമുണ്ട്. അത് അകറ്റാൻ CPI നേതാക്കൾ ഗൃഹസന്ദർശനം നടത്തുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശന ശേഷവും സമാനമായി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഇടത് നേതാക്കൾ, CPM നേതാക്കൾ ഗൃഹസന്ദർശനം നടത്തിയിരുന്നു. അതേ മാതൃകയാണ് ഇവിടെയും CPM സ്വീകരിക്കാൻ പോകുന്നത്. എന്നാൽ സർക്കാരിനെതിരായ ഒരു വികാരം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നാണ് CPMന്റെ
വിലയിരുത്തൽ. പ്രാദേശിക ഭരണകൂടങ്ങൾക്കെതിരായ വികാരമുണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്നു, വേണമെങ്കിൽ ഇനിയും മികച്ച രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായ ഒരു കുറ്റപ്പെടുത്തൽ ഈ സംസ്ഥാന സമിതിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉണ്ടാകില്ല. പക്ഷേ അമിത ആത്മവിശ്വാസം വിനയായി, പ്രത്യേകിച്ച് നവംബർ മാസത്തിലെ പ്രഖ്യാപനങ്ങൾ, സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനങ്ങളടക്കം പാർട്ടി പ്രവർത്തകരെ ആലസ്യത്തിലാക്കി എന്ന ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല എന്ന് CPM പറയുന്നത്. മറ്റു കാരണങ്ങൾ എന്തൊക്കെയെന്ന കാര്യത്തിലും വിശദമായ പരിശോധനകളുണ്ടാകും, തെറ്റുതിരുത്തൽ നടപടികളും ഉണ്ടാകും. കേന്ദ്രത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭത്തിനും CPM തയ്യാറെടുക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന സത്യാഗ്രഹ സമരം തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിനും പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നടത്തും. ഏതായാലും സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് 3 മേഖല തിരിച്ചുള്ള ജാഥകളും അത് കേന്ദ്ര സർക്കാരിന്റെ വിഷയങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തുള്ള കേന്ദ്ര സമീപനം ഉൾപ്പെടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് CPMന്റെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് CPMഉം ഇടതുമുന്നണിയും നടത്താൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാരിനെ പറ്റി ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP UDF വോട്ട് കൈമാറ്റം നടന്നു. BJP കാശ് നൽകി വോട്ട് വാങ്ങി. 60 നിയോജക മണ്ഡലങ്ങളിൽ LDFന് വ്യക്തമായ ലീഡുണ്ട്. മികച്ച ഭൂരിപക്ഷത്തോടെ LDF തിരിച്ചുവരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലുണ്ടായ ഈ അപ്രതീക്ഷിതമായ പരാജയം ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കണം എന്നാണ് പാർട്ടി പൊതുവെ തീരുമാനിച്ചത്. 17,35,175 വോട്ടിൻ്റെ വർധനവാണ് ഉണ്ടായത്. UDFും BJPയും അവരുടെ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ കണക്കാക്കിയാൽ ഏതാണ്ട് 60 നിയോജക മണ്ഡലങ്ങളിൽ LDFന് കൃത്യമായ ലീഡ് ഉണ്ട്. നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പിറകിൽ പോയ നിരവധി മണ്ഡലങ്ങളും ഉണ്ട്. അപ്പോൾ അവ പലതും പ്രാദേശിക പ്രശ്നങ്ങളുടെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ കള്ള പ്രചാരവേലയുടെയും വർഗീയ ഇടപെടലുകളുടെയും മാധ്യമ ശൃംഖലകൾ നടത്തിയ ഇടതുപക്ഷ വിരുദ്ധ പ്രചാരണത്തിൻ്റെയും എല്ലാം ഭാഗമായി പിന്നിൽ പോയിട്ടുള്ളതാണ്. അത്തരം മണ്ഡലങ്ങളെല്ലാം ശരിയായ രാഷ്ട്രീയ പ്രചാരണം നടത്തി സംഘടനാ പ്രവർത്തനത്തിലൂടെ തിരിച്ചുപിടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് പാർട്ടി വിശ്വസിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചുള്ള മികച്ച അഭിപ്രായമാണ് നിലനിൽക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മികച്ച ഭൂരിപക്ഷത്തോടെ LDFന് തിരിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാറിനെ അടുത്ത മാസം 12 വരെ കോടതി റിമാൻഡിൽ വിട്ടു. വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 31 പരിഗണിക്കും. 2019 ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് അന്നത്തെ ബോർഡ് അംഗങ്ങളായ N വിജയകുമാറിനും ശങ്കർദാസിനും SIT നോട്ടീസ് അയച്ചത്. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായ N വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു.
ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എൻ വിജയകുമാറിനും ഒപ്പം ശങ്കർദാസിനും അടക്കം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് SIT ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയത്. 26-ാം തീയതി ഹാജരാകണമെന്നായിരുന്നു നോട്ടീസിൽ പരാമർശിച്ചിരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. തുടർന്നാണ് എൻ വിജയകുമാർ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാവുകയും തുടർന്ന് അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡിന് വിട്ടത്. 12-ാം തീയതി വരെ, ജനുവരി മാസം 12-ാം തീയതി വരെയാണ് ഇപ്പോൾ റിമാൻഡ് കാലാവധി കോടതി നൽകിയിരിക്കുന്നത്. 31-ാം തീയതി ഈ ഒരു ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേൾക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു ഹൈക്കോടതിയുടെ പരാമർശം വന്നതിന് ശേഷം വലിയൊരു സമ്മർദ്ദത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. കാരണം ഡി മണിയുടെ പേര് പുറത്തേക്ക് വന്നു. ഒപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവാദങ്ങൾ, വലിയ രീതിയിലേക്കുള്ള ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വർദ്ധിക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലടക്കം പുറത്തേക്ക് വരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ഹൈക്കോടതിയുടെ വിമർശനവുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് നൽകിയതും പിന്നെ അത് ഹാജരാകാതടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നത്. അതിലിപ്പോഴും ഒരു ബോർഡംഗം ശങ്കർദാസ് അടക്കം പുറത്താണ്. അദ്ദേഹം ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിട്ടില്ല. അതിലടക്കം ഇനി വീണ്ടും വരുന്ന ദിവസങ്ങളിൽ ഹൈക്കോടതിയുടെ കൂടുതൽ പരാമർശങ്ങളോ നടപടിയോ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ഒരു പത്മകുമാറിന്റെ ബോർഡിൽ, അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പത്മകുമാർ നിന്നിരുന്ന സമയത്താണ് ഈ രണ്ട് ബോർഡംഗങ്ങളും ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുറ്റകൃത്യത്തിൽ കൃത്യമായി ഇവർക്കും പങ്കുണ്ട്, ഈ രണ്ട് ബോർഡംഗങ്ങൾക്കും പങ്കുണ്ട് എന്ന തരത്തിലായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ആ ഹൈക്കോടതിയുടെ കണ്ടെത്തലിന് പിന്നാലെ, ആ വിമർശനത്തിന് പിന്നാലെയാണ് നോട്ടീസ് നൽകിയതും ഇപ്പോൾ അറസ്റ്റിലേക്ക് അടക്കം കടന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ശങ്കർദാസിനെയൊക്കെ അടക്കം അന്വേഷണം നീങ്ങുമോ എന്നടക്കമുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഹൈക്കോടതി കൂടുതൽ വിമർശനത്തിനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ഡി മണിയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘത്തിന്റെയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ഡി മണിയിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കി എടുക്കാനടക്കം അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഒരു വ്യവസായി, രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ച വ്യവസായി ഡി മണി എന്ന് പറയുന്ന വ്യക്തി അന്വേഷണ സംഘം കണ്ടെത്തിയ ആൾ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സ്വർണ്ണ ഉരുപ്പടികൾ ഇവിടെ നിന്നും തട്ടിയെടുത്തിട്ടുണ്ടെന്നടക്കമുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെയാലും വരും ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ, നിർണായകമായ നീക്കങ്ങളും നിർണായകമായ വിവരങ്ങളടക്കം പുറത്തേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘവും പോലീസും. ക്യാമറമാൻ സന്തോഷിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കടത്തിൽ SITക്ക് വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശബരിമലയിലെ ഉരുപ്പടികളുടെ ഇടപാട് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. ഇടപാടിനായി ഡി മണി ആദ്യം സമീപിച്ചത് തന്നെ എന്നാണ് വ്യവസായിയുടെ മൊഴി. ഉരുപ്പടികൾ ഡി മണി വഴി വിദേശത്തേക്ക് കടത്തിയെന്ന് സംശയമുണ്ടെന്നും മൊഴിയിലുണ്ട്. ഡി മണിയുടെ ഫോൺ നമ്പർ നൽകിയത് വിദേശ വ്യവസായിയാണ്. ഡി മണി എന്നാൽ ദാവൂദ് മണി എന്നാണെന്നും വ്യവസായി വ്യക്തമാക്കി. ദിണ്ടിഗലിൽ കണ്ടെത്തിയ ആൾ തന്നെയാണ് ഡി മണിയെന്നും വ്യവസായി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി അന്വേഷണം പ്രതിസന്ധിയിലായിരുന്നു. തുടർന്ന് ഡി മണിയിലേക്ക് അടക്കം എത്തിയെങ്കിലും ഈ ഡി മണി താനല്ല എന്നും അന്വേഷണ സംഘം അന്വേഷിക്കുന്ന വ്യക്തി താനല്ല, തനിക്ക് ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ യാതൊരുവിധ പങ്കുമില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡി മണി എന്ന വ്യക്തി വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഈ ഒരു ഡി മണിയിലേക്ക് എത്തിയത് ഒരു വ്യവസായി, അതായത് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ വ്യവസായി ചൂണ്ടിക്കാണിച്ച വ്യക്തി, അല്ലെങ്കിൽ പേര് പരാമർശിച്ച വ്യക്തി തന്നെയാണ് ഈ വ്യക്തിയെന്ന്, അതായത് അന്വേഷണ സംഘം കണ്ടെത്തിയ വ്യക്തി ഇയാൾ തന്നെയാണെന്ന് വ്യവസായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നൽകിയ നമ്പറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചതും ഒപ്പം ഡിണ്ടിഗലിലേക്ക് എത്തുകയും ഇയാളിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തത്. ഇതിൽ മറ്റൊരു സുപ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ വിവരം പുറത്തേക്ക് വരുന്നത് ഈ ഒരു സ്വർണ്ണ ഉരുപ്പടികളാണ് ഇവിടെ നിന്നും കടത്തിയത്, അല്ലാതെ വിഗ്രഹങ്ങളല്ല, പഞ്ചലോക വിഗ്രഹങ്ങളടക്കം ഇവിടെ നിന്നും കടത്തി എന്നൊരു വിവരം വന്നിരുന്നു. പക്ഷേ സ്വർണ്ണ ഉരുപ്പടികൾ ഇവിടെ നിന്നും കടത്തിയെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് വിദേശത്തേക്ക് കടത്തിയെന്നും സൂചനയുണ്ട്. അത്തരത്തിലൊരു സംശയമടക്കം ഈ വ്യവസായി പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഒരു സ്വർണ്ണ ഉരുപ്പടി താൻ വഴി തനിക്ക് ലഭിക്കാനുള്ള രീതിയിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ നീങ്ങിയെങ്കിലും പിന്നീട് അത് ഡി മണി തന്നെ കൈകാര്യം ചെയ്യുകയായിരുന്നു. ഈ ലോഹ വ്യാപാര കച്ചവടക്കാർക്കിടയിൽ ഇയാളെ ദാവൂദ് മണി അല്ലെങ്കിൽ ഡി മണി എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്നും ഇതിൽ കൂടുതൽ ഈ ഒരു അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ടെന്നും അടക്കമുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു വ്യവസായി ഈ ഡി മണിയെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം താനല്ല ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്തത്, അല്ലെങ്കിൽ തനിക്കിതിൽ പങ്കില്ല എന്നടക്കമുള്ള രീതിയിൽ മാധ്യമങ്ങളോടക്കം പങ്കുവച്ചിരുന്നു. പക്ഷേ ഇത് തെറ്റാണെന്നും ഇയാൾക്ക് ഇതിൽ നേരിട്ടുള്ള പങ്കുണ്ടെന്നും ഇത് വിദേശത്തടക്കം കടത്തിയെന്നുള്ള സംശയമടക്കം ഈ വ്യവസായി പങ്കുവച്ചിരുന്നു. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ഉദ്യോഗസ്ഥ തലത്തിൽ, അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അന്വേഷണം പിന്നീട് ഈ ഒരു മെമ്പർമാരിലേക്ക് അടക്കം കടന്നിരുന്നു. പക്ഷേ അവർ ഇതുവരെയും നോട്ടീസ് നൽകിയിട്ടും ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിട്ടില്ല. ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹാജരാകാതെ മാറി നിൽക്കുന്നത്. ഒപ്പം വിജിലൻസ് കോടതി ഇവരുടെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നുമുണ്ട്. ഈ ഒരു പോലീസുമായുള്ള
ബന്ധം ഈ ഒരു മെമ്പർമാരിലെ ഒരാൾക്ക് പോലീസ് ഉന്നതരുമായിട്ടുള്ള ഒരു പിതാവടക്കമാണ്, അതിലേക്കടക്കമുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടടക്കം പോലീസിന് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മെല്ലെപ്പോക്കുണ്ടെന്നടക്കം വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ ഈ സമയത്തടക്കം ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണമുള്ള അന്വേഷണമായതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ചടുലമായ നീക്കങ്ങളിലേക്ക് SIT ഏത് നിമിഷവും കടന്നേക്കാം. ഒപ്പം ഈ ഒരു ഡിമണിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്കും ഇനി ഈ ഒരു തൊണ്ടി മുതലടക്കം കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് അടക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യത. ക്യാമറമാൻ ബിബിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി വിവാദ ചിത്രത്തിലെ വാദത്തിൽ ഉറച്ച N സുബ്രഹ്മണ്യൻ താൻ പോസ്റ്റ് ചെയ്തത് യഥാർത്ഥ ചിത്രമാണ്, തന്റെ നിർദ്ദേശപ്രകാരം പോസ്റ്റ് ചെയ്യുന്ന ജോലി മാത്രമാണ് സഹായിക്കുള്ളത്. ചിത്രം പോസ്റ്റ് ചെയ്ത മൊബൈലിൽ AI ടൂൾ ഇല്ല. മുഖ്യമന്ത്രിയുടെ വേട്ടപ്പട്ടികളായി പോലീസ് മാറി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും നിൽക്കുന്ന മുഴുവൻ ദൃശ്യങ്ങളും ലഭ്യമാക്കാൻ PRDക്ക് വിവരാവകാശം നൽകുമെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു. നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് ചോദിച്ചത്. അതിന് കൃത്യമായി മറുപടി കൊടുത്തു. താങ്കളുടെ വാദം ഇപ്പോഴും അത് 100% ഒറിജിനൽ ഫോട്ടോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ പോലീസിന് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് എന്റെ എഡിറ്റർ എന്നുള്ള നിലക്ക് എന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എന്റെ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ജോലി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ക്രിയേഷൻ ഒന്നും നടത്തുന്നില്ല. ഒറിജിനൽ ഫോട്ടോ ആണ്, വ്യാജ ഫോട്ടോ അല്ല, ഒറിജിനൽ ഫോട്ടോ ആണ്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ മുഖ്യമന്ത്രിയുടെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പുറത്തുവിട്ടൊരു വീഡിയോ ആണ്. സാധാരണ രീതിയിൽ PRD വകുപ്പ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളുടെയും ഫുൾ വീഡിയോ അവരുടെ കയ്യിലുണ്ടാകും. ആ ഫുൾ വീഡിയോ പുറത്തുവിട്ടാൽ ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ട ആ വിഷ്വൽസ് ആ വീഡിയോയിലുണ്ട്. അതായത് ആ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിക്ക് പിടിച്ചു നിൽക്കുന്ന ചിത്രം ഒറിജിനലാണെന്നാണ് ഇപ്പോൾ ചെവിക്ക് പിടിക്കുന്നല്ല, വളരെ കുറെ കൂടി ക്ലോസ് ആയി സംസാരിക്കുന്ന ഡെലിറ്റ് ചെയ്ത പോസ്റ്റ് അങ്ങനെയാണ്, കുറെ കൂടി സംസാരിക്കുന്ന ഫോട്ടോ ആണ്. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ ED ചോദ്യം ചെയ്തു. ഭാര്യ സരിത ജയസൂര്യയുടെയും മൊഴി രേഖപ്പെടുത്തി. നേരത്തെ കമ്പനി ഉടമസ്ഥൻ സ്വാദിഖ് റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ജയസൂര്യ. സേവ് ബോക്സ് നിക്ഷേപ ആപ്പ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടൻ ജയസൂര്യയെ ED ചോദ്യം ചെയ്യുന്നത്. ഈ ആപ്പിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി ജയസൂര്യ ഉണ്ടായിരുന്നതായി വിവരം സ്ഥിരീകരിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ജയസൂര്യയെ ഈ മാസം മറ്റൊരു ദിവസത്തിൽ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ജയസൂര്യയെ വിളിപ്പിക്കുകയും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയും ചെയ്തത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കൊച്ചിയിലെ ED ഓഫീസിൽ ജയസൂര്യ എത്തുന്നത്. വൈകിട്ട് 5 മണിവരെ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നു. ജയസൂര്യക്കൊപ്പം ജയസൂര്യയുടെ ഭാര്യ സരിത ജയസൂര്യയുടെ മൊഴിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2022 ഈ കമ്പനിയുടെ ഉടമ സ്വാദിഖ് റഹീമിനെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അത് തൃശൂർ ഈസ്റ്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പലരിൽ നിന്ന് ലക്ഷങ്ങൾ പണം വാങ്ങി അവർക്ക് തിരികെ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഷെയർ കൊടുക്കും, ലാഭവിഹിതം നൽകുമെന്ന വാഗ്ദാനം നൽകിയെങ്കിലും അതൊന്നും ഉണ്ടാകാത്തതിലാണ്, പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇവർ ബിറ്റ്കോയിൻ മാതൃകയിൽ ലാഭവിഹിതം നൽകുമെന്നതടക്കമുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ പല സ്ഥാപനങ്ങളും തുടങ്ങുന്നുണ്ട്. അതിലെല്ലാം തന്നെ ഇവർക്ക് ലാഭവിഹിതം വാഗ്ദാനം ചെയ്തു, ചിലർക്ക് ഓഹരി വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ലേല ആപ്പ് എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ആപ്പ് എന്ന രീതിയിലായിരുന്നു ഇത് പരിചയപ്പെടുത്തിയത്. ഇതിൻ്റെ പ്രചാരണ പരിപാടികൾക്കാണ് നടൻ ജയസൂര്യ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചത്. അപ്പോൾ ആ സഹകരണം ഏത് രീതിയിലുള്ളതായിരുന്നു, എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ED ചോദിച്ചത്. ഇതിൽ കൂടുതൽ ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമാണെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യുന്ന നിലപാടിലാണ് ED ഉള്ളത്. കാരണം വലിയ രീതിയിലൊരു തട്ടിപ്പ് നടന്നതായി പലയിടങ്ങളിൽ നിന്ന് തന്നെ പരാതി ഉയർന്നിട്ടുണ്ട്. കോടികൾ ഈ രീതിയിൽ തന്നെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, സ്വാദിഖ് റഹീം എന്ന് പറയുന്ന ആൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു. പല സിനിമാ താരങ്ങളുടെയും പ്രൊമോഷൻ പരിപാടികളടക്കം ഇയാൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. ചില സിനിമകളിലും മുഖം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രംഗങ്ങളിൽ വിപുലമായ രീതിയിലുള്ള ബന്ധങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അവരാരെങ്കിലും ഇതിൽ നിക്ഷേപമായിട്ട് പണം നൽകിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ജയസൂര്യ ഏതെങ്കിലും രീതിയിലുള്ള നിക്ഷേപം നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ ജയസൂര്യ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നു. ഏതായാലും വലിയ തുകയുടെ ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് ED അന്വേഷിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ഹവാല ഇടപാടുകൾക്കടക്കം ഈ ആപ്പിനെ മറയാക്കി നടന്നിട്ടുണ്ടോ എന്നത് എല്ലാം തന്നെ ED പരിശോധിക്കുകയാണ്. ഏതായാലും നടൻ ജയസൂര്യ
ജയസൂര്യയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു. ആവശ്യമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ ചോദ്യം ചെയ്യലും ഉണ്ടാകും. വി കെ പ്രശാന്ത് MLA ഓഫീസായി നഗരസഭാ കെട്ടിടം ഉപയോഗിക്കുന്നതിൽ വിവാദം അവസാനിക്കുന്നില്ല. MLA ഹോസ്റ്റലിൽ 2 മുറിയുള്ള പ്രശാന്ത് കോർപ്പറേഷൻ കെട്ടിടം ഒഴിയണമെന്ന് KS ശബരിനാഥൻ ആവശ്യപ്പെട്ടു. മുറി ഒഴിയണോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രശാന്താണെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. കോൺഗ്രസുകാർ BJPയുടെ അജണ്ട ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണെന്ന് പ്രശാന്ത് തിരിച്ചടിച്ചു. ശബരിനാഥൻ BJPക്ക് കുടപിടിക്കുകയാണെന്നും പ്രശാന്ത് ആരോപിച്ചു. തിരുവനന്തപുരം നഗരസഭ BJP ഭരണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഉടലെടുത്ത വിവാദമായിരുന്നു ശ്രീലേഖ IPSന്റെ മായി ബന്ധപ്പെട്ട, അതായത് ഈ ഒരു ശാസ്തമംഗലം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീലേഖയ്ക്ക് ഓഫീസ് മുറി ഒഴിഞ്ഞു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനെ ഫോൺ വിളി വരികയും ഒപ്പം ഇത് രാഷ്ട്രീയമായുള്ള ഒരു വിവാദമായി ഉടലെടുക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിന് പിന്നിലൊരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. അല്ലെങ്കിൽ വരുന്ന നിയമസഭാ ഇലക്ഷൻ അടക്കം മുൻകൂട്ടി കണ്ടുകൊണ്ട് MLA ഈ ഓഫീസിൽ നിന്ന് മാറ്റി തന്റെ ഒരു MLA പദവിയിലേക്ക് എത്താനുള്ള ഒരു നിയമസഭാ ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായിട്ട് അടക്കമായിരുന്നു ഇടതുമുന്നണി ഈ കാര്യത്തെ നിരീക്ഷിക്കുകയും ഒപ്പം തന്നെ കൃത്യമായ വിമർശനവും പരാമർശവും അടക്കം ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം അടക്കം BJPയുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു നിലപാടോ ഒപ്പം തന്നെ വിശദീകരണമോ ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം അടക്കം ഒരു VV രാജേഷ് ഇതിൽ പ്രതികരിച്ചത് ഇതിലൊരു രാഷ്ട്രീയവൽക്കരണത്തിന്റെ ആവശ്യമില്ല, ഒപ്പം തന്നെ ഇത് ഒരു സൗഹൃദ സംഭാഷണം രാഷ്ട്രീയ വിവാദമായി മാറുകയായിരുന്നു എന്നായിരുന്നു. പിന്നീട് ശ്രീലേഖ ഈ ഒരു ഓഫീസ് മുറിയിലേക്ക് എത്തുകയും ഒപ്പം തന്നെ VK പ്രശാന്ത് ഇവിടേക്ക് എത്തുകയും ഓഫീസ് മുറിയിൽ വെച്ച് തന്നെ കൈകൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് കടക്കുന്നില്ല, ഈ ഒരു ഓഫീസ് മുറിയിൽ താങ്കൾ തന്നെ തുടർന്നോളൂ എന്നടക്കമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയായിരുന്നു. പക്ഷേ വിവാദം അവിടെ നിന്ന് അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്താണ് കോൺഗ്രസ് ഈ കാര്യത്തിലേക്ക് വരികയും ഒപ്പം പ്രതികരണവുമായി ശബരിനാഥും ഒപ്പം തന്നെ K മുരളീധരൻ അടക്കം പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. MLA ഹോസ്റ്റലിലെ നീള ബ്ലോക്കിൽ 31, 32 എന്നുള്ള 2 മുറികൾ ശ്രീ VK പ്രശാന്ത് MLAക്കുണ്ട്. ഇപ്പോൾ MLAമാർക്കെല്ലാം താമസിക്കാനുള്ള ഓഫീസ് സൗകര്യമാണ് MLA ഹോസ്റ്റലുള്ളതെന്ന് ശ്രീ പ്രശാന്ത് പറയുന്നത് കേട്ടു. പക്ഷെ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ MLA ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി വാർഡിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പകുതിയോളം വാർഡുകൾക്കുള്ള ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലത്താണ്. ആ MLA ഹോസ്റ്റലിലെ മുറികളിൽ കമ്പ്യൂട്ടറുണ്ട്, പ്രിന്ററുണ്ട്, വാഹന സൗകര്യമുണ്ട്, 2 മുറിയാണുള്ളത്. അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചുകൂടാന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അത് ചോദിച്ചപ്പം ഉടനെ സംഘിപ്പട്ടം ചാർത്താനും BJPയെ സഹായിക്കാനും പറയുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. അല്ല, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. അത് ഒഴിയാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ MLA ക്വാർട്ടേഴ്സിലെ മുറികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട. അത് MLAമാർക്കുള്ളതാണ് MLA ക്വാർട്ടേഴ്സ്. അല്ല, അതൊക്കെ അവരുടെ വഴി. അത് ഞാൻ കൗൺസിലറും MLAയുടെ വഴിക്ക് ഞാൻ തലയിടുന്നില്ല. ഞാനുള്ളപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അത്രേ എനിക്ക് പറയാൻ പറ്റും. ഇതൊരു വാടക ഇനം, വളരെ തുച്ഛമായ ഒരു വാടകയാണ് നൽകുന്നത് എന്നായിരുന്നു സൈബർ ഇടങ്ങളിലടക്കം ഉയർന്നു വന്ന ആരോപണം. പക്ഷേ ആ ആരോപണം എല്ലാം തള്ളിക്കൊണ്ട് ഈ ഒരു പുതിയ ഭരണസമിതി ഇതിൽ വാടക ഇനം വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർദ്ധിപ്പിച്ച വാടക നൽകിക്കൊണ്ട് തന്നെ കാലാവധി അവസാനിക്കുന്നത് വരെ തന്നെ അവിടെ തുടരാനാണ് VK പ്രശാന്തിന്റെ തീരുമാനമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണം. നിയമപരമായിട്ടുള്ള കാലാവധി ഞങ്ങൾക്കുണ്ട്, അതിനുള്ള തുക നമ്മൾ ഒടുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുവരെ യാതൊരുവിധ നിയമ തടസ്സവും അവിടെ തുടരുന്നതിനില്ല. ഇപ്പോൾ 850 രൂപയാണ് വാടക, അത് കുറഞ്ഞുപോയി എന്നാണ് BJPയുടെയും കോൺഗ്രസിന്റെയും ആക്ഷേപമെങ്കിൽ നിങ്ങൾ വാടക വർദ്ധിപ്പിക്കും. ആ വർദ്ധിപ്പിച്ച വാടക തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരിക്കൽ അവസാനിച്ചു എന്ന് തോന്നി തുടങ്ങിയ വിവാദം കോൺഗ്രസ് വീണ്ടും ഈ രംഗത്ത് വന്നതോടുകൂടി കൂടുതൽ ചൂടുപിടിക്കുകയാണ്. അത് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് അടക്കം BJP നേതൃത്വത്തിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ വരുമ്പോൾ ഇത് വീണ്ടും എല്ലാ കക്ഷികളും ഏറ്റെടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ക്യാമറാമാൻ ബിബിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. VK പ്രശാന്തിന്റെ ഓഫീസ് ഒഴിപ്പിക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ലെന്ന് മേയർ VV രാജേഷ്. MLA ഓഫീസിന്റെ വാടക കരാർ പരിശോധിക്കുകയാണ്. എത്ര രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് പരിശോധിക്കും. കൊമേഴ്ഷ്യൽ ബിൽഡിംഗുകളിൽ സാധാരണ കിട്ടേണ്ട ഡെപ്പോസിറ്റും വാടകയും കിട്ടണമെന്നും രാജേഷ് പറഞ്ഞു. ഞാൻ ആ വാടക കരാർ പരിശോധിച്ചതിന് ശേഷം, അതായത് ആ കരാർ കൊണ്ട് കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കരാർ, ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അതിന്റെ മറുപടി പറയാം. അതിന് കാലാവധി ഉണ്ടോ, എന്താണ് അവസ്ഥ, എത്ര രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലാണ് എമൗണ്ട് ഇന്നലെ പറഞ്ഞത്. രേഖകൾ ഇന്നലെ പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. സെക്രട്ടറി രാവിലെ എന്നെ വിളിച്ചിട്ട്, അതുമാത്രമല്ല പല കാര്യങ്ങളുടെയും ഡിസ്കഷൻ നടക്കുകയാണ്. ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആര് ചെയ്തു, അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരളത്തിലെത്തിക്കാൻ BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള മിഷൻ 2026 മോദി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 34 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രവർത്തനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന നഗരം പിടിക്കാനായതിന്റെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മിഷൻ 2026 BJP വിഭാവനം ചെയ്യുന്നത്.
തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം ഉറപ്പിക്കാൻ സാധിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തും എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് BJP നൽകിയ വാഗ്ദാനം. നിലവിൽ കോർപ്പറേഷൻ ഭരണം BJP നേടിയ പശ്ചാത്തലത്തിൽ ജനുവരി 2ാം വാരത്തോടു കൂടിയെങ്കിലും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിൽ തന്നെ മിഷൻ 2026 സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം പാർട്ടി നടത്തുകയും ചെയ്യും എന്നതാണ് വിലയിരുത്തൽ. പ്രധാനമായും 34 മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന തന്ത്രം ആണ് BJP മെനയാൻ പോകുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള തൃശൂർ പോലെയുള്ള മേഖലകൾ, അതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും അവിടെ വിജയ സാധ്യത തന്നെ ഉറപ്പിക്കുകയും ചെയ്യുക എന്നതാണ് BJPയുടെ ലക്ഷ്യം എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ BJP പറയുന്ന കണക്കുകൾ പ്രകാരം 9 മണ്ഡലങ്ങളിൽ 40,000-ഓളം വോട്ടുകൾ BJPക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് അവരുടെ അവകാശവാദം. അതോടൊപ്പം തന്നെ 12 മണ്ഡലങ്ങളിൽ 35,000-നും 40,000-നും ഇടയിലുള്ള വോട്ടുകൾ നേടാൻ സാധിച്ചു എന്ന് BJP അവകാശവാദം ഉന്നയിക്കുകയാണ്. 13 മണ്ഡലങ്ങളിൽ ആണ് 30,000-നും 35,000-നും ഇടയിൽ വോട്ടുകൾ നേടുകയും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുള്ള മണ്ഡലങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരുക്കങ്ങൾ നടത്തുക എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതിൽ തന്നെ BJPയുടെ ഡേറ്റകൾ അനുസരിച്ച് നേമത്തും വട്ടിയൂർക്കാവിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJPയാണ് ഏറ്റവും കൂടുതൽ വോട്ട് സ്വന്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതവുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഏതൊക്കെ മണ്ഡലങ്ങളിൽ കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിച്ചാൽ ഇത്തവണ വിജയം ഉറപ്പിക്കാം എന്ന ഒരു പട്ടിക തയ്യാറാക്കുകയും ആ പട്ടികയിൽ ഫോക്കസ് ചെയ്യാൻ BJP തീരുമാനിക്കുകയും ചെയ്യുക. ദേശീയ തലത്തിലടക്കം BJP പിന്തുടരുന്ന ഒരു രീതി അതുതന്നെയാണ്. എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ പ്രവർത്തകരെയും അനുഭാവികളെയും എത്തിച്ചുകൊണ്ട് അവിടെ ചിട്ടയായി പ്രവർത്തനം നടത്തിക്കൊണ്ട് വിജയം ഉറപ്പിക്കുക എന്നതാണ് BJPയുടെ ഒരു രീതി. ആ നിലയിലുള്ള പ്രവർത്തനമായിരിക്കും BJP വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കാഴ്ചവെക്കാൻ പോകുന്നത് എന്നതാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഒപ്പം പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ഒരുപക്ഷെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ ഉണ്ടായേക്കാം എന്ന സൂചനകൾ തന്നെയാണ്. അതിലെടുത്തു പറയേണ്ടത് നേമം ആണ്. കേരളത്തിൽ ആദ്യമായി തന്നെ BJPക്ക് നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്നത് നേമമായിരുന്നു. എന്നാൽ പിന്നീട് ഒ രാജഗോപാലിൻ്റെ മണ്ഡലം വി ശിവൻകുട്ടി വിജയിച്ചതോടുകൂടി അവിടെ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നേമത്ത് താനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മീറ്റ് ദ പ്രസ് പരിപാടിയിൽ തൃശ്ശൂരിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്. അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരെ കളത്തിലിറക്കുമ്പോൾ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേടിയിട്ടുള്ള വോട്ട് വിഹിതം നിലനിർത്താനായാൽ നേമത്ത് BJPക്ക് വിജയിക്കാം എന്ന ആത്മവിശ്വാസം ആണ് പുലർത്തുന്നത്. മറ്റൊന്ന്, നിലവിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വട്ടിയൂർക്കാവാണ്. അവിടെ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ ബിൽഡിങ്ങിലെ കെട്ടിടം ഒഴിയണമെന്ന് ശ്രീലേഖ IPS ആവശ്യപ്പെട്ടതോട് VK പ്രശാന്ത് MLAയോട് ആവശ്യപ്പെട്ടതോടുകൂടി വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശ്രീലേഖ തന്നെ ആയിരിക്കാം വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി എന്നത്. അത് തന്നെ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനായിരിക്കും മത്സരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴക്കൂട്ടത്തും സൂചിപ്പിക്കുന്ന പോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് നില വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നു BJPക്ക്. അതിൻ്റെ ആവർത്തനം ഉണ്ടാകും എന്നതാണ് BJPയുടെ കണക്കുകൂട്ടൽ. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസിനെ ആയിരിക്കും BJP സ്ഥാനാർത്ഥിയെ മത്സരരംഗത്ത് ഇറക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് ജില്ലകളിലെ കടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായി എത്തുന്നത് അരൂരിൽ ശോഭാ സുരേന്ദ്രൻ ആണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലടക്കം അത്ഭുതകരമായ പ്രകടനം ആയിരുന്നു ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത്. ചെങ്ങന്നൂരിൽ സന്ദീപ് വാചസ്പതി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സന്ദീപ് വാചസ്പതിക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. ചെങ്ങന്നൂരിൽ നേരത്തെ PS ശ്രീധരൻ പിള്ളയെ പോലെയുള്ളവർ മികച്ച വോട്ട് വിഹിതം നേടിയ സാഹചര്യത്തിൽ സന്ദീപ് വാചസ്പതിക്ക് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് BJP വിലയിരുത്തുകയാണ്. സുപ്രധാനമായ ഒരു മാറ്റമുണ്ടാകുന്നത് K സുരേന്ദ്രന്റെ മണ്ഡലത്തെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിലായിരുന്നു സുരേന്ദ്രൻ മത്സരിച്ചത് എന്നത് നമുക്കറിയാം. കോന്നിയിലും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് ഏതാണ്ട് 89 വോട്ടുകൾക്ക് മാത്രമായിരുന്നു K സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. എന്നാൽ ഇത്തവണ സുരേന്ദ്രന് തൃശ്ശൂരിലോ കൊടുങ്ങല്ലൂരിലോ ആയിരിക്കും ഇടം നൽകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് BJPയുടെ ലോക്സഭയിലേക്കുള്ള അക്കൗണ്ട് തുറന്നത് തൃശ്ശൂരിൽ നിന്നുമാണ്. അവിടെ സുരേഷ് ഗോപിയാണ് വിജയിച്ച് കയറിയത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നല്ല വോട്ട് വിഹിതമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മഞ്ചേശ്വരത്ത് ML അശ്വിനിയും മലമ്പുഴയിൽ C കൃഷ്ണകുമാറുമായിരിക്കും സ്ഥാനാർത്ഥികൾ ആയി വരിക. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം
തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ കൂറുമാറിയതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കടുക്കുന്നു. ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. പാർട്ടി നിർദ്ദേശം ലംഘിച്ചു എന്ന് കരുതി അവരാരും BJPയിൽ പോയിട്ടില്ലെന്നും BJPയിൽ പോകണമെന്നത് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം മാത്രമാണെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. കോൺഗ്രസ് 8, കോൺഗ്രസ് വിമതർ 2, LDF 10, BJP 4 എന്നതായിരുന്നു തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കക്ഷിനില. BJP പിന്തുണ വാങ്ങി ഭരണം നേടില്ലെന്ന CPM കോൺഗ്രസ് നിലപാട് അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ് വിമതർ കോൺഗ്രസിനൊപ്പം ചേർന്നാൽ ഇരുപക്ഷത്തും 10 വീതം അംഗങ്ങൾ. കോൺഗ്രസ് വിമതൻ KR ഔസേപ്പിന് ഇടതുമുന്നണി പിന്തുണ നൽകിയതോടെ 8 കോൺഗ്രസ് അംഗങ്ങളും രാജിക്കത്ത് നൽകി BJPയുമായി ധാരണയിൽ കോൺഗ്രസ് വിമതയായി ജയിച്ച ടെസി ജോസ് കല്ലറക്കലിനെ പിന്തുണച്ചു. കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച 8 അംഗങ്ങളുടെയും 3 BJP അംഗങ്ങളുടെയും വോട്ട് നേടി ടെസി ജയിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും BJP പിന്തുണയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച PU നൂർജഹാൻ ജയിച്ചു. പാർട്ടി തീരുമാനം ലംഘിച്ച് BJP പിന്തുണ തേടിയ 8 അംഗങ്ങളെയും ഈ നീക്കത്തിന് നേതൃത്വം നൽകിയ 2 ഭാരവാഹികളെയും കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നതിന്റെ തെളിവാണ് മറ്റത്തൂർ എന്ന് FB കുറിപ്പിൽ മുഖ്യമന്ത്രി കോൺഗ്രസിനെ പരിഹസിച്ചു. എന്നാൽ അവർ BJPയിൽ പോകണമെന്നത് മുഖ്യമന്ത്രിയുടെ ആഗ്രഹമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത്. അല്ലാതെ അവരാരും BJPയിലൊന്നും പോയിട്ടില്ല. നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്നിട്ട് ഈ പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കാൻ വരിക. ഒരു വിമതനെ തട്ടിയെടുത്ത് ഭരണം പിടിക്കാനുള്ള CPM ചതിക്ക് മറുചതിയായാണ് തങ്ങൾ ചെയ്തതെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി പിൻവലിച്ചാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാമെന്നും വിമതർ പറഞ്ഞു. പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞത്. പച്ച നുണയാണ്. കാരണം അങ്ങനെ ഒരു വിപ്പയെ നൽകിയിട്ടില്ല. അല്ലെങ്കിൽ DCC പ്രസിഡന്റ് KR ഔസേപ്പിന്റെ പേരിലോ ടെസി ജോസിന്റെ പേരിലോ നടപടി എടുത്തിട്ടില്ല. ഞങ്ങൾ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ BJP പിന്തുണയിൽ കോൺഗ്രസ് അംഗങ്ങൾ ഭരണം നേടിയതിനെ CPM ആയുധമാക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിന് വഴി തേടുകയാണ് കോൺഗ്രസ്. ന്യൂസ് 18 തിരുവനന്തപുരം. 40 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണെന്നും മറ്റത്തൂർ അതിന് തെളിവാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ BJPക്ക് വളമാകും. വർഗീയ ധ്രുവീകരണ ശക്തികൾക്ക് സ്വീകാര്യത വരുന്നെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്രന്മാരിൽ ഒരാൾ LDFനെ പിന്തുണക്കുന്നതിന് വേണ്ടി തയ്യാറായി. വോട്ടെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ LDFന് ലഭിക്കാനിടയുള്ള ഭരണം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് അംഗങ്ങളെല്ലാം കാലുമാറി BJPയോടൊപ്പം ചേർന്നത്. അവിടെ കോൺഗ്രസിൻ്റെ ജില്ലാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അവരുടെയെല്ലാം പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ കൂറുമാറ്റം നടത്തിയത് എന്നിപ്പോഴും വ്യക്തമാവുന്നു. അവരു മാത്രമല്ല, PD സതീശൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ കൂറുമാറ്റത്തെ ന്യായീകരിക്കുന്ന അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഏത് നിമിഷവും ഏത് കോൺഗ്രസ്സുകാരനും BJPയിലേക്ക് ചേക്കാറാം എന്നതിന് അതിൽ വരമ്പുകളില്ല. നേരിയ ഒരു നൂൽ തടസ്സം പോലുമില്ല എന്നതാണ് കേരളത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾക്ക് 40 സീറ്റ് നേടാനായാൽ കേരളം ഞങ്ങൾ ഭരിക്കും എന്നാണ്. അന്ന് പൊതുവെ എല്ലാവരും പരിഹസിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ മറ്റത്തൂർ കാണിക്കുന്നത് അതിനുള്ള സാധ്യതയാണ്. കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ BJPക്ക് വളമാവുമെന്ന് ഞങ്ങൾ നേരത്തെ നിയമം സംബന്ധിച്ച് പറഞ്ഞു, പിന്നെ തൃശ്ശൂർ പറഞ്ഞു, ഇപ്പോഴും മറ്റത്തൂരും പറയുകയാണ്. കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം LDFന്. അമ്പലത്തറ വാർഡിൽ നിന്നും മത്സരിച്ച CK സബിതയാണ് പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പിൽ BJP അംഗം വിട്ടുനിന്നതോടെ പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സബിത CK എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം LDF ലഭിച്ചു. അമ്പലത്തറ വാർഡിൽ നിന്നും മത്സരിച്ച CK സബിതയാണ് പ്രസിഡന്റ്. അമ്പലത്തറ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച ഉഷ ടീച്ചറെ നറുക്കെടുപ്പിലൂടെ പരാജയപ്പെടുത്തിയാണ് സബിത പഞ്ചായത്ത് പ്രസിഡന്റായി. എന്തായാലും
യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കല്യോട്ട് ഉൾപ്പെടുന്ന പഞ്ചായത്താണ് പുല്ലൂർ പെരിയ എന്ന പ്രത്യേകതയുമുണ്ട്. ആകെ 19 അംഗങ്ങളാണ് പഞ്ചായത്തിലുള്ളത്. ഇതിൽ 9 UDFും 9 LDFും 1 BJPയും എന്നാണ് കക്ഷിനില. BJP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നതോടുകൂടിയാണ് നറുക്കെടുപ്പിലേക്ക് പോയത്. എന്നാലും കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലി UDFിലുണ്ടായ തർക്കമാണ് തെരഞ്ഞെടുപ്പ് ഇന്നത്തേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒടുവിൽ സമവായത്തിലൂടെ ഉഷ ടീച്ചറെ തന്നെ മത്സരിപ്പിക്കാൻ UDF നേതൃത്വം തയ്യാറാവുകയായിരുന്നു. ഏതായാലും സമനില വന്നതോടുകൂടി നറുക്കെടുപ്പ് നടത്തുകയും അങ്ങനെ നറുക്കെടുപ്പിലൂടെ ഈ LDFന് പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം വലിയ തോതിൽ UDFിനെതിരെ ആക്ഷേപവുമായി LDF നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കോറം തികയാതെയാണ് ശനിയാഴ്ച നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും വർഷങ്ങൾക്ക് ശേഷം LDFന് അതും കല്യോട്ട് ഉൾപ്പെടുന്ന വലിയ തോതിൽ LDFനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലായ പെരിയ ഇരട്ടക്കൽ വിവാദ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സ്ഥലം ആ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനായത് ഈ LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആഹ്ലാദ പ്രകടനവും LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത്. നറുക്കെടുപ്പിലൂടെയാണ് LDFന് ഭാഗ്യം ഉണ്ടായതെന്നതും പ്രത്യേകതയുണ്ട്. BJP അംഗം വിട്ടുനിന്നതോടുകൂടി ആണ് ഈ നറുക്കെടുപ്പ് ഉണ്ടായതും. എന്തായാലും UDF വലിയ തോതിൽ UDFിനെതിരെ ആക്ഷേപം ഉണ്ടായ ഒരു സ്ഥലമാണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത്. അവിടെയാണിപ്പോൾ LDF അവരുടെ ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് കൂറുമാറി CPM പിന്തുണയോടെ വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ആണ് രാജിവെച്ചത്. CPM പിന്തുണയോടെയാണ് UDF അംഗം പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ LDF മെമ്പർമാർ പിന്തുണയ്ക്കുക മാത്രമാണ് ഉണ്ടായത്. ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ LDF പിന്തുണ സ്വീകരിക്കാൻ താൽപര്യപ്പെടുന്നില്ല. അതിനാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്നാണ് വിശദീകരണം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ LDF മെമ്പർമാർ എനിക്ക് പിന്തുണ നൽകുക മാത്രമാണ് ഉണ്ടായത്. ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഈ പിന്തുണ ഞാൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിനാൽ പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എറണാകുളം വെങ്ങോല പഞ്ചായത്ത് ഭരണം UDFന്. LDF 2020 അംഗങ്ങളുടെ അസാന്നിധ്യത്തെ തുടർന്ന് കോറം തികയാതെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് LDF അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ 2020 അംഗങ്ങൾ വിട്ടുനിന്നു. UDFിലെ ഷമിത ഷെരീഫ് 9 വോട്ടുകൾ നേടി പ്രസിഡന്റായി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ലിസിക്ക് 8 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. പഞ്ചായത്തിലെ ഏക SDPI അംഗം വോട്ട് ചെയ്തില്ല. ജില്ലയിലെ 82 പഞ്ചായത്തിൽ 71ലും UDF ഭരണം ഉറപ്പിച്ചു. കണ്ണൂർ കരിവെള്ളൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു. കരിവെള്ളൂരിലെ ഗാന്ധി മന്ദിരമാണ് കൂട്ടുപൊളിച്ച് അകത്ത് കയറിയ അക്രമികൾ തകർത്തത്. ഓഫീസിനകത്തുണ്ടായിരുന്ന പ്രചരണ ബോർഡുകൾ തീവച്ച് നശിപ്പിച്ചു. ദേശീയ നേതാക്കളുടെ ചിത്രങ്ങൾ തകർക്കുകയും ചെയ്തു. ഇലക്ട്രിക് ഉപകരണങ്ങൾ കേടുവരുത്തി. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അക്രമത്തിന് പിന്നിൽ CPM എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇന്നലെ രാത്രി 10 മണിവരെ SIR നിശ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് അക്രമം നടന്നത്. കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ ചൊല്ലി വിവാദം. മുന്നണിയോടുള്ള അതൃപ്തിയാണ് വിട്ടുനിൽക്കലിന് കാരണമെന്നാണ് ആരോപണം. എന്നാൽ പെട്ടെന്ന് അറിയിച്ച യോഗത്തിൽ പങ്കെടുക്കാനുള്ള അസൗകര്യം നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്. കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിട്ട് UDFിലേക്ക് വരണമെന്ന് UDF നേതാക്കൾ നിരന്തരം ആവശ്യപ്പെടുന്നതിനിടെയാണ് ഇന്നലെ ഇടതുമുന്നണി യോഗത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധികളും പങ്കെടുക്കാതിരുന്നത്. ഇതോടുകൂടിയാണ് അവർക്ക് വീണ്ടും അതൃപ്തിയുണ്ട്, മുന്നണി നേതൃത്വവുമായി അതൃപ്തിയുണ്ട് തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. എന്നാൽ നേതൃത്വം പൂർണ്ണമായും തള്ളുകയാണ്. ഇന്നലെ 3 നേതാക്കളാണ് പങ്കെടുക്കേണ്ടിയിരുന്നത്. അത് സ്റ്റീഫൻ ജോർജ്, അദ്ദേഹത്തിന് അസുഖമായിരുന്നു. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിക്ക് ഇന്നലെ പങ്കെടുക്കാൻ കഴിയാത്ത അസൗകര്യമുണ്ടായിരുന്നു. റോഷി അഗസ്റ്റിൻ മന്ത്രി, അദ്ദേഹം വിദേശത്തുമാണ്. ഈ 3 പേരും പങ്കെടുക്കാത്തതിന് കാരണമായി പറയുന്നതാണ്. മാത്രമല്ല വളരെ പെട്ടെന്ന് അറിയിച്ച ഒരു ഇടതുമുന്നണി യോഗമാണ്. നേരത്തെ ഇടതുമുന്നണി യോഗം ജനുവരി ആദ്യ ആഴ്ച ചേരാനാണ് തീരുമാനിച്ചത്. പക്ഷേ CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം പുരോഗമിക്കുന്നതിനിടെയാണ് സംസ്ഥാന സമിതി കഴിഞ്ഞുള്ള ഉച്ച സമയത്ത് ഇടതുമുന്നണി യോഗം കൂടി ചേരണമെന്നൊരു അഭിപ്രായം മുന്നോട്ട് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അറിയിക്കുകയായിരുന്നു. പെട്ടെന്ന് അറിയിച്ച യോഗമായതുകൊണ്ടാണ് നേതാക്കൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തതെന്ന
നിലപാടാണ് കേരള കോൺഗ്രസ് എം സ്വീകരിക്കുന്നത്. ഏതായാലും കേരള കോൺഗ്രസ് മുന്നണി വിടണമെന്ന ആവശ്യം സഭാ നേതൃത്വങ്ങൾക്കിടയിലും ശക്തമാവുകയാണ്. അവരുടെ വലിയ സമ്മർദ്ദം പാർട്ടിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. നേരത്തെ ജോസഫ് ഗ്രൂപ്പ് ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നപ്പോഴും സഭാ നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് മുന്നണി വിട്ട് UDF-നൊപ്പം കേരള കോൺഗ്രസ് എമ്മിനൊപ്പം ചേർന്നത്. സമാനമായ സമ്മർദ്ദം ഇപ്പോഴും സഭാ നേതൃത്വങ്ങൾക്കിടയിലുണ്ട്. എന്നാൽ മുന്നണി വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വം വ്യക്തമാക്കുന്നത്. അത്തരം ഒരു സാഹചര്യവും ഇപ്പോഴില്ല. മുന്നണി വിടാൻ തക്ക കാരണങ്ങളൊന്നും തങ്ങൾക്ക് മുന്നിലില്ല എന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എം സ്വീകരിക്കുന്നത്. ജനുവരി 15 മുതൽ 22 വരെ CPM-ന്റെ ഗൃഹസന്ദർശനം. നേതാക്കളും പ്രവർത്തകരും വീടുകളിലെത്തി ജനങ്ങളുമായി ആശയവിനിമയം നടത്തും. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ജനുവരി 12-ന് മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും MLA-മാരും MP-മാരും പങ്കെടുത്ത് സമരം സംഘടിപ്പിക്കാനും CPM തീരുമാനിച്ചു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് 5.5 ലക്ഷം വരുന്ന പാർട്ടി മെമ്പർമാർക്കും ഈ റിപ്പോർട്ട് നൽകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ജനുവരി 15 മുതൽ 22 വരെ കേരളത്തിലെ എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് ഉണ്ടായ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ തുറന്ന ഒരു സംവാദത്തിന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ വീടുകളിലും കയറി പാർട്ടി നേതൃത്വം മുതൽ താഴെ തലം വരെയുള്ള മുഴുവൻ ആളുകളും ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ഈ ഗൃഹസന്ദർശന പരിപാടി അവരുമായിട്ടുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തണം, ഗൃഹസന്ദർശന പരിപാടി നടത്തണം എന്നിപ്പോഴും തീരുമാനിച്ചു. 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ചില സാമ്പത്തിക ഉപരോധ നിലപാട് ഉൾപ്പെടെ വെച്ചുകൊണ്ട് അതിശക്തിയായ പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 12-ാം തീയതി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും എല്ലാ MLA-മാരും MP-മാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളും എല്ലാം പങ്കെടുക്കുന്ന സത്യാഗ്രഹ സമരം കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സാമ്പത്തിക നിലപാടുകൾക്കെതിരായി, കേരളത്തോട് അവർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരായി, ഉപരോധ നിലപാടിനെതിരായി ഇവിടെ സംഘടിപ്പിക്കണം എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലാകെ 3 ജാഥകൾ, വാഹന പ്രചരണ ജാഥകൾ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ MLA കുൽദീപ് സിംഗ് സെൻഗാറിന് തിരിച്ചടി. ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിച്ച ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി വിധിക്കെതിരായി CBI സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റെ നടപടി. അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. രാജ്യം നടുങ്ങിയ ഉന്നാവോ ബലാത്സംഗ കേസിൽ മുൻ BJP MLA കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വിധി നിയമവിരുദ്ധവും യുക്തിഹീനവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ CBI ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടു. അപ്പീൽ പരിഗണനയിലിരിക്കെ പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചതും ശിക്ഷ താൽക്കാലികമായി നിർത്തിവച്ചതും തെറ്റായ കീഴ്വഴക്കമാണെന്ന CBIയുടെ വാദം അംഗീകരിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു. സാധാരണ ഇത്തരം കേസുകളിൽ ജാമ്യം നൽകിയാൽ റദ്ദാക്കാറില്ല. എന്നാൽ ഉന്നാവ് ബലാത്സംഗ കേസിൽ സാഹചര്യം ഗുരുതരമെന്നായിരുന്നു കോടതി നിരീക്ഷണം. അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പുവരുത്തണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് എതിർകക്ഷികൾക്ക് പരമോന്നത കോടതി നോട്ടീസ് അയച്ചു. उसका गिरोह तुरंत सक्रिय हो जाएगा और अलग तरीके से उसका मोटिवेशन जो बढ़ेगा, उसके गिरोह के लोगों का बढ़ेगा. जो बचे खुचे परिवार के लोग हैं उसको भी मार और मिटा दिया जाएगा. विक्टिम के चाचा हैं, किस प्रकार? विक्टिम के चाचा का मैं वकील हूँ. उनके ऊपर और भी उनके प्रॉपर्टी को बर्बाद करने के लिए, उनके चीज़ों को तरीके के ख़त्म करने के लिए, फाइनेंशियली कम तो बैकबोन को तोड़ने के लिए ये दबाव बना था. अभी भी उनके परिवार पे उनका जो माइनर बच्चा है जिसकी आइडेंटिटी डिस्क्लोज नहीं कर सकती है, उसको स्कूल से निकाल दिया जा रहा है. उसके स्कूल में रजिस्ट्रेशन नहीं हो रहा है. വിചാരണ കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടിക്കെതിരെ അതിജീവിത ഇന്നലെ ജന്തർ മന്ദറിലെത്തി പ്രതിഷേധിച്ചിരുന്നു. കേസിൽ സെൻഗാറുമായി CBI ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചെന്നായിരുന്നു അതിജീവിതയുടെ ആരോപണം. കോടതി നടപടികളിൽ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്നും മൊഴിയിൽ കൃത്രിമത്വം കാട്ടിയെന്നും അതിജീവിത ആരോപിച്ചിരുന്നു. പ്രതിഷേധത്തിനിടെ കുഴഞ്ഞു വീണ അതിജീവിതയെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കർണാടക ഹുൻസൂറിൽ ബൈക്കിലെത്തിയ 3-അംഗ സംഘം തോക്കു ചൂണ്ടി 10 കോടിയോളം രൂപ വില വരുന്ന വജ്രാഭരണങ്ങൾ കവർന്നു.
സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിലാണ് കവർച്ച നടന്നത്. പ്രതികൾ കേരളത്തിലേക്ക് കടന്നതായാണ് സൂചന. സംഭവത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറിയിലാണ് കവർച്ച നടന്നത്. കർണാടകയിലെ മൈസൂരിനടുത്ത് ഹൊൻസൂറിലാണ് നാടിന് നടുക്ക് കവർച്ച നടന്നത്. സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ ബൈക്കിലെത്തിയ 5 അംഗ സംഘം 10 കോടിയോളം രൂപ വില വരുന്ന വജ്രാഭരണങ്ങൾ കവർച്ച ചെയ്യുകയായിരുന്നു. തോക്ക് ചൂണ്ടിയ സംഘം തൊഴിലാളികളെ ബന്ദികളാക്കിയാണ് ഇത്തരത്തിൽ കവർച്ച നടന്നത്. ഏതായാലും ഈ സംഘം കേരളത്തിലേക്ക് കടന്നതായാണ് പോലീസിന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ 2 ബൈക്കുകളിലായി എത്തിയ ഈ 5 അംഗ സംഘം മുഖംമൂടിയും അതോടൊപ്പം ഹെൽമറ്റും ധരിച്ചാണ് ഈ കവർച്ച നടത്തിയത്. 2 തവണ ഈ സ്ഥാപനത്തിൻ്റെ അകത്ത് ഇവർ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഈ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ സ്വർണ്ണങ്ങളും അതുപോലെ തന്നെ വജ്രാഭരണങ്ങളും ഈ സംഘം കവർ ചെയ്തു. അതിനുശേഷം ഈ കേരളത്തിലേക്കാണ് ഈ ഭാഗത്തേക്കാണ് ഈ സംഘം കടന്നത്. മടിക്കേരി വഴി കരിക്ക പാണത്തൂർ വഴിയാണ് സംഘം കടന്നതെന്നാണ് ഏതായാലും പോലീസ് സംശയിക്കുന്നത്. എന്തായാലും മൈസൂർ SP-യുടെ നേതൃത്വത്തിൽ 5 അംഗ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. പോലീസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ കേസ് കാണുന്നത്. ഒരാഴ്ച മുൻപാണ് ഈ സ്കൈ ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനം, അതായത് മലയാളിയുടെ അടക്കം ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനമാണിത്. ഇത് ഹൊൻസൂറിൽ പ്രവർത്തനം ആരംഭിച്ചത്. ബൈപ്പാസിന് സമീപമായിരുന്നു ഈ കട. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ കവർച്ച നടന്നത്. ഹനുമന്ത ജയന്തി നടക്കുന്നതുകൊണ്ട് തന്നെ പോലീസിന് ശ്രദ്ധയെല്ലാം ആ ഭാഗത്തെ കേന്ദ്രീകരിച്ചപ്പോഴായിരുന്നു ഈ കവർച്ച. അതുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായി നടന്നൊരു കവർച്ച. അത് മാത്രമല്ല ഈ സംഘം കവർച്ചയ്ക്കെത്തിയ സംഘം ഹിന്ദിയും അതുപോലെ തന്നെ ഇംഗ്ലീഷും സംസാരിച്ചിരുന്നു. അത് അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഈ പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികൾ കേരളത്തിലേക്ക് കടന്നതായാണ് പോലീസിന് ഇപ്പോൾ സംശയമുള്ളത്. പക്ഷേ അതുപോലെ തന്നെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ കൊടകൊക്കെ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഈ വനത്തിനകത്തോ മറ്റോ ഈ സംഘം തമ്പടിച്ച് നിൽക്കുന്നുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ ഇതുവഴി പോകുന്ന മുഴുവൻ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റുകൾ അടച്ചിട്ട് ഇന്നലെ രാത്രി പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും കേരള പോലീസിൻ്റെയും കൂടി സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയത്. എന്തായാലും ഈ പകൽ നേരങ്ങളിൽ ഇത്തരത്തിൽ ഒരു സംഭവം നടന്നതിൻ്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല. പോലീസും ഈ സംഭവം ജാഗ്രതയിൽ തന്നെയാണുള്ളത്. ഏതായാലും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ കടയുടെ അകത്തുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിൽ പ്രതികളുടെ രൂപം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ആരാണെന്ന് സംബന്ധിച്ച് തിരിച്ചറിഞ്ഞിട്ടില്ല. മറ്റ് ഏതെങ്കിലും കവർച്ചയുമായി ഈ സംഭവത്തിന് ഈ കവർച്ച പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ കർണാടകയിൽ തോക്ക് ചൂണ്ടി ബാങ്കിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന കോടികൾ തട്ടിയെടുത്ത സംഭവം ഉണ്ടായിരുന്നു. അത്തരം ആളുകൾക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും 10 കോടിയോളം രൂപയുടെ വജ്രാഭരണങ്ങൾ എന്നാണ് പ്രാഥമിക നിഗമനം. ഇത് സംബന്ധിച്ച് കൂടുതൽ കണക്കുകൾ ഇവർ കട ഉടമസ്ഥർ തയ്യാറാക്കി വരുന്നതേ ഉള്ളൂ. ഏതായാലും ഈ മാനേജർ, ഈ സംഭവ സമയത്ത് ഉണ്ടായിരുന്ന അസ്കർ എന്ന് പറയുന്ന മാനേജർ ഈ പ്രതികളെ പിന്തുടർന്നിരുന്നു. പക്ഷേ പിന്നീട് അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ബൈക്കുകളിൽ വളരെ വേഗത്തിൽ തന്നെ ഇവർ കേരളത്തിന്റെ ഭാഗത്തേക്ക്, അതായത് വടിക്കേരി ഭാഗത്തേക്ക് കടന്നു കളയുകയായിരുന്നു. എന്തായാലും പോലീസ് കൃത്യസമയത്തിന് ഇടപെട്ടിട്ടും ഈ പ്രതികളെ ഇതുവരെ പിടികൂടാൻ കഴിച്ചിട്ടില്ല. പ്രതികളെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും ക്രിമിനൽ ബാലമുരുകൻ പിടിയിൽ. ട്രിച്ചിയിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. പ്രതിയെ തെങ്കാശി കോടതിയിൽ ഹാജരാക്കി. നവംബർ 3-നാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. 5 കൊലക്കേസ് ഉൾപ്പെടെ 53 കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ. കഴിഞ്ഞ ദിവസമാണ് കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പോലീസിന്റെ പിടിയിലാകുന്നത്. തെങ്കാശിക്കടുത്ത ഊത്തുമലയിൽ ആ സ്ഥലത്ത് സമീപത്ത് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു ഈ കുറ്റവാളി പോലീസിന്റെ പിടിയിലാകുന്നത്. ഇതിൽ വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട ആ ദിവസം മുതൽ തന്നെ പോലീസ് ഇയാളുടെ ബന്ധുക്കളെ അടക്കം നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. അയാളുടെ ഒരു പതിവ് രീതി അനുസരിച്ച് ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിച്ച് അതുവഴി രക്ഷപ്പെടുക, പിന്നീട് ആ വാഹനങ്ങൾ ഉപയോഗിക്കുക എന്ന രീതിയാണ് അയാൾ ഉണ്ടായിരുന്നത്. ഈ രീതിയിൽ തന്നെയാണ് ഇത്തവണയും സംഭവിച്ചത്. തെങ്കാശിക്കടുത്ത് ഇയാൾ എത്തിയിട്ടുണ്ട്. ഇയാളുടെ ഈ പരിസരത്തെല്ലാം തന്നെ ഇയാളുണ്ട്, ഇയാളെ കണ്ടവരുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം കൂടുതൽ ശക്തമായ നിരീക്ഷണത്തിലേക്ക് നീങ്ങിയത്. ഇതനുസരിച്ചുകൊണ്ടാണ് ഊത്തുമലയ്ക്ക് സമീപം വെച്ച് വാഹന പരിശോധനയ്ക്കിടയിൽ ഇയാൾ പോലീസിൻ്റെ പിടിയിലാകുകയും ചെയ്യുന്നത്. ഇയാളെ തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വിയൂരിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടതിന് പിന്നാലെ തന്നെ തമിഴ്നാട് പോലീസിനെതിരെയും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. തമിഴ്നാട് പോലീസ് അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും സ്വീകരിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇയാളെ കൈവിലങ്ങുകളില്ലാതെ തന്നെ
സ്വതന്ത്രമായി നടക്കാൻ അനുവദിച്ചു. ഒപ്പം രക്ഷപ്പെടാനുള്ളൊരു സഹായം ചെയ്തു കൊടുത്തു എന്ന സംശയവുമെല്ലാം തന്നെ പോലീസിന് നേർക്കുണ്ടായിരുന്നു. അത് തെളിയിക്കുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. ഇയാൾ രക്ഷപ്പെട്ടതിന് ശേഷം കുറേയധികം സമയം കഴിഞ്ഞാണ് കേരള പോലീസിന് വിവരം അറിയിക്കുന്നത്. ഓരോ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിവെടുപ്പിനായി കൊണ്ടുപോയ ശേഷം തമിഴ്നാട്ടിൽ നിന്ന് തിരികെ വിയ്യൂരിലേക്ക് എത്തിക്കുമ്പോഴായിരുന്നു നവംബറിൽ ഇയാൾ പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇയാളെ കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീട് ഇപ്പോൾ മാസങ്ങൾക്കിപ്പുറമാണ് ഇയാളിലേക്ക് പോലീസ് അന്വേഷണം എത്തുകയും പോലീസിൻ്റെ പിടിയിലാവുകയും ചെയ്യുന്നത്. ഇനി വിയ്യൂർ പോലീസ് ഈ കേസുമായി ഈ ജയിൽ ചാട്ടത്തിന് ജയിലിലേക്ക് എത്തുന്നതിന് മുൻപ് തടവിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കേസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തുടർ നടപടികൾക്കായി കോടതിയിൽ തമിഴ്നാട് കോടതിയിൽ അപേക്ഷ നൽകിയ ഇയാളെ കൊണ്ടുവരും. ഏതാണ്ട് കൊലപാതകമടക്കം 53ഓളം കുറ്റകൃത്യങ്ങൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പ്രതിയായാണ് ബാലമുരുകൻ പ്രതിയാണ്. ഏതായാലും ഇങ്ങനെയൊരു വലിയ കുറ്റവാളിയെ തീർത്തും അലംഭാവമായിട്ട് കൈകാര്യം ചെയ്തതിലുള്ള നടപടികളാണ് തമിഴ്നാട് പോലീസ് സ്വീകരിച്ചത്. വൈകാതെ തന്നെ വിയ്യൂർ പോലീസിൻ്റെ കേസന്വേഷണ പരിധിയിലേക്ക് ഇയാളെ കൊണ്ടുവരും. പാലക്കാട് വാവന്നൂരിൽ ബസ്സിന് മുന്നിലേക്ക് ഓടിയെടുത്ത കുട്ടി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ബസ് വരുന്ന സമയം കൈവിട്ട് കുട്ടി റോഡിലേക്ക് ഓടുകയായിരുന്നു. ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനാൽ വലിയ അപകടം ഒഴിവായി. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. ഉത്തർപ്രദേശിൽ ട്രക്ക് ജീപ്പിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം. റാംപൂരിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. വാഹനത്തിന് മുകളിലേക്ക് അമിത ഭാരം കയറ്റി വന്ന ട്രക്കാണ് മറിഞ്ഞത്. അപകടത്തിൽ ജീപ്പ് ഡ്രൈവർ മരിച്ചു. മെക്സിക്കോയിൽ പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റി. അപകടത്തിൽ 13 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. 5 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. ചിവേലിക്കും നിസാണ്ടയ്ക്കും ഇടയിലാണ് അപകടമുണ്ടായത്. 9 ജീവനക്കാരുൾപ്പെടെ ട്രെയിനിൽ 250 പേർ ഉണ്ടായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ് ട്രെയിനിന് തീപിടിച്ചു. 2 AC കോച്ചുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. പുലർച്ചെയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കോച്ചുകളിലുണ്ടായിരുന്ന 158 യാത്രക്കാരെ രക്ഷപ്പെടുത്തി. പുലർച്ചെയാണ് സംഭവം. ട്രെയിൻ അനകാപ്പള്ളി ജില്ലയിലെ എലമഞ്ചലി സ്റ്റേഷന് സമീപം എത്തിയപ്പോഴാണ് തീപിടുത്തമുണ്ടായത്. വിശാഖപട്ടണത്ത് നിന്ന് 66 കിലോമീറ്റർ അകലെയാണ് ഈ സ്റ്റേഷൻ. ടാറ്റാനഗർ എറണാകുളം ജംഗ്ഷൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ 2 കോച്ചുകളിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായപ്പോൾ ഒരു കോച്ചിൽ 82 യാത്രക്കാരും രണ്ടാമത്തെ കോച്ചിൽ 76 യാത്രക്കാരും ഉണ്ടായിരുന്നു. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റുമാർ ഉടൻ തന്നെ ട്രെയിൻ നിർത്തി. റെയിൽവേ ഉദ്യോഗസ്ഥർ അഗ്നിശമന സേനയെ വിവരമറിയിച്ചു. കനത്ത പുക പടർന്നതോടെ യാത്രക്കാർ കോച്ചുകളിൽ നിന്ന് പുറത്തേക്കോടി. ഫയർ എഞ്ചിനുകൾ എത്തുന്നതിന് മുമ്പ് 2 കോച്ചുകളും പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. യാത്രക്കാരെ ഉടനെ പുറത്തിറക്കാൻ കഴിഞ്ഞതിനാൽ വൻ ദുരന്തമൊഴിവായി. എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്നത് വ്യക്തമായിട്ടില്ല. സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. സംഭവത്തെ തുടർന്ന് വിശാഖപട്ടണം വിജയവാഡ റൂട്ടിലെ നിരവധി ട്രെയിനുകൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തു. തുടർന്ന് തീപിടിച്ച 2 കോച്ചുകളും ട്രെയിനിൽ നിന്ന് വേർപെടുത്തിയ ശേഷം ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ് യാത്ര പുനരാരംഭിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ പ്രഹരമേറ്റ വിവരം പരസ്യമായി സമ്മതിച്ച പാകിസ്ഥാൻ. വിദേശകാര്യമന്ത്രി ഇഷാദ് ദറാണ് നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ചത്. ആക്രമണത്തിൽ സൈനിക കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും താവളത്തിലുണ്ടായിരുന്ന സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് വർഷാവസാന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. ഇതാദ്യമായാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് വ്യോമതാവളത്തിലെ സൈനിക സംവിധാനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായതായും അവിടെയുണ്ടായിരുന്ന സൈനികർക്ക് പരിക്കേറ്റതായും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. ഇന്ത്യൻ സായുധ സേന മെയ് 7 പുലർച്ചെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്.
ഏപ്രിൽ 22-ന് ജമ്മുകശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന്റെ പ്രതികരണമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ ആക്രമണം. ആദ്യം പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ടതിനു ശേഷമാണ് ഇന്ത്യൻ സൈന്യം പാക് സൈനിക സ്ഥാപനങ്ങളെ ആക്രമിച്ചത്. പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു പ്രധാന കേന്ദ്രമാണ് നൂർഖാൻ.